സ്റ്റേഷൻ സീരീസിൻ്റെ ഡേ 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും അതിനെങ്ങനെ നമ്മൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതുമാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, നിൻ്റെ മനസ്സാണ് നിൻ്റെ ശത്രുവും നിൻ്റെ മിത്രവുമെന്ന്. അത് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ മിത്രമായിട്ടും ഉപയോഗിക്കാം, നമ്മുടെ ശത്രുവായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ ചിന്തകളെ കൊണ്ട് നമ്മളുടെ പോസിറ്റീവ് തോട്ട്സാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുക. എല്ലാ ചിന്തകളും ഏറ്റെടുക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പോസിറ്റീവ് തോട്ട്സ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ നമ്മൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉപകാരം അല്ലെങ്കിൽ നമ്മൾക്ക് ഫുൾ ആൻഡ് പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണ്, ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിൽ കൺഫ്യൂഷൻ ആവുകയാണ്, നമുക്ക് സ്ട്രക്ക് ആവുകയാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയാം. ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രക്കായിട്ടിരിക്കുകയാണ്, എനിക്ക് ഇതിനൊരു ഉത്തരം വേണം എന്നുകൊണ്ട് നിങ്ങൾ നിരന്തരം നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടുന്നത് വരെ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അതൊരു ഫയൽ മാതിരി സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നിട്ടത് യൂണിവേഴ്സിന് അയക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സിന് അയക്കുമ്പോൾ തന്നെ യൂണിവേഴ്സ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് സ്റ്റാർട്ട്സ് സെർച്ചിങ് ഫോർ ദ സൊല്യൂഷൻസ്. അപ്പോൾ അതിനുള്ള ആൾക്കാർ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതിനുള്ള ഐഡിയാസ്, അതിനുള്ള സിറ്റുവേഷൻസ് ഇതെല്ലാം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് യൂണിവേഴ്സും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു പവർ മൂലം നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും, നമ്മളിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്കൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ ചോദിക്കേണ്ടത്. നമ്മൾ 4 പേരുടെ പുറമേയുള്ള ആൾക്കാരോട് ചോദിക്കുന്നത് പകരം നമ്മളോട് തന്നെ ആ ഒരു സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അതിനുള്ള ഉത്തരങ്ങൾ നമ്മൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ മാക്സിമം യൂസ് ചെയ്യുക. മാക്സിമം പോസിറ്റീവ് തോട്ട്സ് കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും വിട്ടു നിൽക്കുക. മാക്സിമം നമ്മൾ എനർജൈസ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് എളുപ്പത്തിൽ നടക്കാൻ പറ്റും. സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.